ഫസ്റ്റ് ആ ഒരു ക്ലയൻറ്റിനോട് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ് എന്ന് ഫസ്റ്റ് ചോദിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് അവരുടെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നതാണ്. അത് സൈറ്റിൽ പോയി മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ ആ ഒരു സ്പേസിൽ എന്തൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ആദ്യം ഒരു 3D 2D അല്ലെങ്കിൽ നമ്മൾ റെൻഡർ ചെയ്ത് കൊടുക്കും. ആ ഒരു വ്യൂവും ഇതും കസ്റ്റമർക്ക് ഓക്കെ ആണ് എങ്കിൽ പിന്നെ ആ ഒരു ബേസ് വെച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ ഓക്കെ ആവും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി അവരെ റിക്വയർമെൻറ്റ് ആദ്യം ചോദിക്കും. ഇതിപ്പോൾ കിച്ചണാണെങ്കിൽ തന്നെ അതിലേക്ക് എന്തൊക്കെയാണ് ആക്സറീസ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് പ്രീമിയം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും 3Dയിൽ. ഏതൊക്കെ മെറ്റീരിയൽ വെച്ച് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഹെരിസിൻ്റെ ഏതൊക്കെ ബാസ്ക്കറ്റാണ് വരിക, അതിലെന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ബെഡ്റൂംസ് ആണെങ്കിൽ അവിടുത്തെ ബെഡ് കോട്ട് ഇതെല്ലാം കസ്റ്റം ചെയ്യുന്നതാണ്. ഇപ്പോൾ ചിലർക്ക് ഒരു കിഡ്സ് റൂമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ ആ കിഡ്സിൻ്റെ റിക്വയർമെൻറ്റ് സ്റ്റഡി ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. കൺഫേം ആയതിനു ശേഷം നമുക്കൊരു 45 days ആണ് നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇടയിൽ കുറച്ച് ചേഞ്ചസ് വീണ്ടും വരാം. ക്ലയൻറ്റിന് ചിലപ്പോൾ ഓൾറെഡി റിക്വയർമെൻറ്റ് ചെയ്തത് സൈറ്റിൽ വരുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ കുറച്ച് വീണ്ടും ചേഞ്ച് ഉണ്ട്. ആ ഒരു സമയത്ത് കുറച്ച് ഐഡിയാസ് ചിലപ്പോൾ കൂടുതൽ വരാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ആ ചേഞ്ച് വീണ്ടും കോപ്പറേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യും.